കഴിഞ്ഞ ദിവസം കൊച്ചിന് വല്ലാർപാടത്ത് നടന്ന ഈ ഒരു ആക്സിഡന്റ് വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ആരുടെ ഭാഗത്ത് തെറ്റെന്ന് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ബൈക്കറിന്റെയും സൈക്ലിസ്റ്റിന്റെയും പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ട് അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ ക്രാഷ് ഒഴിവാക്കി എന്തൊക്കെ ചെയ്തേനെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ആ ബൈക്കറിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം. ഹൈവേസിൽ ഒരു ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ കുറച്ച് സ്പീഡ് എടുക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ഓടിക്കുന്ന ആ റോഡ് അതിന് പറ്റിയതാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഫോർ എക്സാമ്പിൾ, ഈ റോഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ വണ്ടി സ്ലോ ഡൗൺ ചെയ്യണമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 3 വാർണിംഗ് സൈൻസ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഒരു സൈഡ് റോഡ് ജോയിൻ ചെയ്യുന്നതിന്റെ വാർണിംഗ് സൈൻ, റൈറ്റ് സൈഡിൽ ബ്ലിങ്ക് ചെയ്യുന്ന യെല്ലോ ലൈറ്റ്, അതുപോലെ ഒരു മീഡിയൻ. അപ്പോൾ ഇത് 3 കണ്ടിട്ട് വണ്ടി നേരത്തെ സ്ലോ ഡൗൺ ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്രാഷ് തന്നെ ഉണ്ടാവില്ലായിരുന്നു. 2, ഏതൊരു വണ്ടിയായാലും ഒരു സേഫ് സ്പീഡിന്റെ മോഡിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഒരു എമർജൻസി ബ്രേക്കിംഗ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സ്കിൽസ് നമുക്കുണ്ടോ, അതിന് നമ്മുടെ വണ്ടി കേപ്പബിൾ ആണെന്നുള്ള ഐഡിയ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡോണ്ട് ഗോ ഫാസ്റ്റ് ഇഫ് യു കാൻ സ്റ്റോപ്പ് ഫാസ്റ്റ്. വണ്ടിയുടെ സ്പീഡ് കൂടുന്തോറും നമ്മുടെ പെരിഫറൽ വിഷൻ നാരോ ആയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ സൈഡിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന വരില്ല. അതും ഈ ഒരു ക്രാഷിന് കാരണമാണ്. ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സൈക്കിളോട്ട് തട്ടിയതിനു ശേഷം കുറച്ച്